ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ദിനങ്ങളെ ഒന്നിനോടൊന്ന് കൂട്ടിത്തരുന്ന ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും നമ്മുടെ ആയുസ് നീട്ടിത്തന്ന് നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പുലർകാലവും പകൽക്കാലവും പ്രകൃതിയും ദൈവത്തിന്റെ മഹിമ വിളിച്ചു ഘോഷിക്കുന്നത് പോലെ നാമും അവന്റെ മഹിമയെ കീർത്തിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവത്തിന്റെ അംഗീകാരത്തിനൊത്ത് പണം കൈകാര്യം ചെയ്യുന്നത് എന്ന ആശയമാണ്. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകം, സമൂഹം ഒക്കെ പല വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. നമുക്ക് ചുറ്റിനും നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാല് പല സ്വഭാവങ്ങളിലുള്ള മനുഷ്യരെ കാണുന്നുണ്ട്. ഉദാഹരണമായി നമ്മൾ പണത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാല് ധാരാളം പണം ബാങ്കിലും അക്കൗണ്ടുകളിലും ഭൂമിയായും സ്വർണമായിട്ടും ഒക്കെ കൈമുതലായിട്ടുണ്ടെങ്കിലും ദരിദ്രരായി മറ്റുള്ളവരുടെ മുൻപിൽ ജീവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. സ്വന്തം ചെലവ് ചുരുക്കി മിച്ചം പിടിച്ച് പണക്കാരിലെ ദരിദ്രരായി അവർ ജീവിക്കുന്നു. സ്വന്തം ആവശ്യങ്ങൾക്കോ കാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ഒക്കെ പണം ചെലവഴിക്കുന്നത് തെറ്റാണ്. പകരം അവരുടെ മക്കൾക്കും മക്കളുടെ തലമുറകൾക്കും മാത്രമായി അവരത് കാത്തു സൂക്ഷിച്ചു വെക്കുകയാണ്. എന്റെ മോന് അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് കഷ്ടപ്പെടാതെ ജീവിക്കുവാനുള്ളതാണ് എന്ന് ചിന്തിച്ച് മാതാപിതാക്കൾ അത് മുറുകെ പിടിച്ചത് സൂക്ഷിച്ചു വെച്ച് അവർക്ക് കൊടുക്കുമ്പോൾ മക്കളുടെ അവസ്ഥയോ, ഈ സമ്പത്ത് എപ്പോഴാണ് തങ്ങളുടെ കൈവശം വന്ന് ചേരുന്നത് എന്നവർ കാത്തിരിക്കുകയാണ്. മക്കള് ആ സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് അതിലേക്ക് മാത്രം ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എനിക്കുള്ളത് എന്റെ അപ്പനമ്മമാർ കരുതിയിട്ടുണ്ട് എന്ന് ചിന്തിച്ച് അവരവരുടെ കടമകൾ ചെയ്യാതെ നിഷ്ക്രിയരായിട്ട് അവര് ജീവിക്കുന്നു. ചിലർ ധൂർത്തരാകുന്നു, ചിലർ സ്വാർത്ഥരും പിശുക്കരുമാകുന്നു, വേറെ ചിലരാകട്ടെ മടിയന്മാരുമായി ലക്കുകെട്ടവരുമായിട്ട് മാറുന്നു. ചിലർ ലക്ഷ്യമില്ലാതെ സ്വഭാവ സ്ഥിരത കുറഞ്ഞവരായിട്ട് മാറുന്നു. ഇവരുടെ എല്ലാം ബാല്യകാലത്ത് ഉണ്ടായിരുന്ന അതേ ധാരണകൾ തന്നെ ചെറുപ്പകാലത്തിലും യൗവനത്തിലും തുടർന്നു വരികയും അവർക്ക് പ്രായപൂർത്തിയായാലും അവരുടെ പ്രവൃത്തികൾ അതേ ധാരണയിൽ, ബാല്യകാലത്തിലുള്ള ധാരണയിലെ അടിസ്ഥാനത്തിലായി തീരുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പിതാവിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവവചനത്തിന്റെ വെളിച്ചം നൽകപ്പെട്ടിരിക്കുന്നു. ധനവിനിയോഗം സംബന്ധിച്ച് ദൈവം സാക്ഷ്യങ്ങളിലൂടെ നൽകിയ ശാസനകളും മുന്നറിയിപ്പുകളും ഉണ്ട്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും സ്വത്ത് വാങ്ങുമ്പോൾ നാം ചില ചുമതലകൾ കൂടി അവിടെ ഏറ്റെടുക്കുകയാണ്. തുടർന്നും നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമകൾ ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മൾ ആയിരിക്കുന്ന നിലയിൽ നമുക്ക് ചില കടമകളും അതോടൊപ്പം തന്നെ ദൈവത്തോടുള്ള കടമകളും നാം ചെയ്യേണ്ടതായിട്ട് ഇരിക്കുന്നു. പ്രായമേറിയ മാതാപിതാക്കളുടെ മക്കൾ മാതാപിതാക്കളുടെ വിശ്വാസ പ്രഖ്യാപനത്തോട് സത്യസന്ധരായിരിക്കണം. ദൈവം അംഗീകരിക്കുന്ന വിധം തങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുവാൻ മാതാപിതാക്കളും ശീലിക്കണം. മാതാപിതാക്കൾ മക്കളെയും പരിശീലിപ്പിക്കണം. മാതാപിതാക്കളും മക്കളും ഒരുപോലെ തന്നെ ദൈവകാര്യങ്ങൾക്കായി തങ്ങളുടെ ധനം വിനിയോഗിച്ചും കൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ ശ്രദ്ധിക്കണം. സ്വർഗത്തിലെ നിക്ഷേപം മോഷ്ടിക്കുന്നവരായിട്ടല്ല, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി നാം മാറണം. അപ്രകാരം ചെയ്യുന്നതിന്റെ അനുഗ്രഹം നാം സ്വയം നഷ്ടമാക്കുവാൻ പാടില്ല. അതിനാൽ നമ്മുടെ സ്വത്തായാലും നമ്മുടെ മാതാപിതാക്കളുടെ പാരമ്പര്യ സ്വത്തായാലും അത് ദൈവം അംഗീകരിക്കും വിധം കൈകാര്യം ചെയ്തുകൊണ്ട് ഒരിക്കലും നശിച്ചു പോകാത്ത, പുഴുവും തുരുമ്പും കെടുക്കുകയും എടുക്കാത്ത വിധത്തിലുള്ള നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപിക്കുവാൻ, സ്വർഗത്തിൽ സ്വരൂപിക്കുവാൻ ഇന്നേ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല സുദിനത്തിൽ കർത്താവേ, അങ്ങയുടെ നാമത്തെ, കർത്താവേ, അങ്ങയുടെ വചനത്തെ പഠിപ്പാൻ തക്കണം അവിടുന്ന് കൃപ തന്നവൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ നിക്ഷേപമല്ല പച്ച, സ്വർഗത്തിലെ നിക്ഷേപം ഏറ്റവും വലിയതെന്ന് എണ്ണുവാൻ തക്കവണ്ണം കർത്താവേ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മാതാപിതാക്കളോടുള്ള കടമകൾ ചെയ്ത് സ്വന്തം കടമകളും ഒക്കെയും ചെയ്ത് കർത്താവേ, അങ്ങ് തരുന്ന ധനത്തെ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തരുന്ന സമ്പത്തിനെ അങ്ങയുടെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം അടിയങ്ങളെ
ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ഈ ദിവസം കർത്താവേ സ്തോത്രം, അടിയങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും അവിടുത്തെ കരുണാടിയങ്ങളുടെ മേലുണ്ടായിരിക്കണമേ എന്ന് യാചിക്കുന്ന അപ്പച്ചാ സ്തോത്രം. യാചിക്കുവാനും നിലവിളിക്കുവാനും മാത്രമേ അടിയങ്ങൾക്ക് അറിയുള്ളൂ അപ്പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്നേ പകൽക്കാലം എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്തൃനാമത്തിൽ ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.